പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. അതിനായിട്ട് നമ്മളൊരു നേന്ത്രക്കായ 4ആയി കീറി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമിയത്, ഒരൽപ്പം ശർക്കര ചീകിയെടുത്തത്, ഒരൽപ്പം മൈദ. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് മൈദ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ബൗൾ എടുത്തതിന് ശേഷം ബൗളിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. ഒരൽപ്പം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു 2 പിഞ്ച് പഞ്ചസാര, ഒരൽപ്പം ജീരകം. ഇതിലേക്ക് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. തേങ്ങയുടെ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. ചെറു തീയിൽ വേണം ഇത് വാട്ടിയെടുക്കുവാനായിട്ട്. ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കരിയേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ പച്ചപ്പൊന്ന് മാറി കിട്ടണം, അത്രമാത്രം. ആ പഴത്തിൻ്റെ ആ പച്ചപ്പൊന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം ശർക്കര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇത് ഉരുക്കാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കുവാൻ. ഉരുക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമായി പോകും. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാമൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉരുകി വരണം. ശർക്കര നമ്മൾ പാനിയാക്കി ഇതിനകത്തേക്ക് ഒഴിച്ചാൽ ഇതിൻ്റെ പഴമൊക്കെ ഒന്ന് അതിനകത്ത് കിടന്ന് അലുത്ത് പോകും. ഇത് അങ്ങനെ പോവാതിരിക്കാൻ ഇതുപോലെ ഇപ്പോൾ നമ്മൾ കഷ്ണം പോലെ കിടക്കുവാൻ വേണ്ടിയാണ് പാനി ഒഴിക്കരുതെന്ന് പറയുന്നത്. തന്നെയുമല്ല, നമ്മൾ പഴം എടുക്കുമ്പോൾ മീഡിയം പഴുത്ത പഴം മാത്രം എടുത്താൽ മാത്രമേ ഇതുപോലെ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുകയുള്ളൂ. ഇതുപോലെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി തീ ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 4ആയിട്ടും ഭാഗിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 4 ഉരുളകളാക്കി എടുക്കാം. ഇത് തണുക്കുന്നതനുസരിച്ച് ഒന്ന് മുറുകി വരുന്ന ഒരു ടൈപ്പാണിത്. കാരണം വെള്ളം നമ്മൾ ഉരുക്കി ഒഴിക്കാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ഉരുട്ടി ചെറു ചൂടോട് കൂടി തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. ഇതിൻ്റെ ചൂട് മാറുന്നതനുസരിച്ച് ഇത് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് 2 രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന രീതിയിൽ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഈ മാവിലേക്ക് ഇത് മുക്കി കൊടുക്കുകയാണ്. കോട്ടിങ്ങിനായിട്ട് ഈ കൂട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുപ്പത്ത് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒരു 4 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറു തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് മുക്കി ഒന്ന് പൊരിച്ചെടുക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ പെട്ടെന്ന് ഒരു നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായ ഒരു പലഹാര റെസിപ്പിയാണിത്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ആ 3 എണ്ണം കൂടി ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് 2 വിധത്തിൽ നമുക്ക് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഏതാണ് ഇഷ്ടമെങ്കിൽ ആ വിധത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിങ്ങനെ തയ്യാറാക്കി കഴിക്കുവാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്